നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു എയർ കംപ്രസറിൻ്റെ ലാസ്റ്റ് ടൈപ്പ് പ്രോബ്ലം ആണ്. എ സിംഗിൾ സ്റ്റേജ് ഡബിൾ ആക്ടിങ് എയർ കംപ്രസർ. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. എ സിംഗിൾ സ്റ്റേജ് ഡബിൾ ആക്ടിങ് എയർ കംപ്രസർ. A single stage double acting air compressor is required to deliver 40 meter cube 14 meter cube 14 meter cube of air per minute measured at 1.013 bar and 15 degrees Celsius. 1.013 bar and 15 degrees Celsius. The delivery pressure is 7 bar and the speed is 300 rpm. Take the clearance volume as 5% of the swept volume with the compression and expansion index of n equal to 1.3. Calculate swept volume of the cylinder. First one, delivery temperature, indicated power. അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റ എല്ലാം എഴുതാം. എന്തൊക്കെയാണ് ഗിവൺ ഡാറ്റ എന്ന് ഞാൻ പറയാം. അപ്പോൾ ഗിവൺ ഡാറ്റ നിങ്ങൾ എഴുതുന്നതിന് മുമ്പ് അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന 40 ഗിവൺ ഡാറ്റ അല്ലേ? ഗിവൺ ഡാറ്റ അനുസരിച്ച് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടേ? ക്യൂ എന്ന് പറയുന്നത് എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട്. അത് 40 മീറ്റർ ക്യൂബ് പെർ മിനിറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? എയറിനെ എന്ത് ചെയ്യുന്നുണ്ട്? കംപ്രസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ക്യൂ എന്ന് പറയുന്നത് 40 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആണ്. പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 1.013 ബാറാണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ കെൽവിനിലോട്ടാകുമ്പോൾ എത്ര ആവും? 288 കെൽവിൻ ആവും അല്ലേ? P2 എന്ന് പറയുന്നത് എന്താണ്? 7 ബാർ ആണ്. N എന്ന് പറയുന്നത് എത്രയാണ്? 300 rpm ആണ്. VC എന്ന് പറയുന്നത് എന്താണ്? ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത് 5% ഓഫ് VS എന്നും പറഞ്ഞിട്ടുണ്ടല്ലേ? ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റ. ഓക്കെ, അതിനുശേഷം ഞാൻ PV ഡയഗ്രാം വരയ്ക്കുകയാണ്. PV ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇതാണ് P, ഇതാണ് V അല്ലേ? PV ഡയഗ്രത്തിൽ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ കിട്ടും. കേട്ടോ? ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഓക്കെ, 1, 2, 3, 4. അപ്പോൾ ഇതിലെ ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത് V3 ആണ്. V1 മൈനസ് V4 ആണ് എന്ത്? എഫക്റ്റീവ് സെപ്റ്റ് വോളിയം. എന്താണ്? എഫക്റ്റീവ് സെപ്റ്റ് വോളിയം. ഓക്കെ, എഫക്റ്റീവ് സെപ്റ്റ് വോളിയം. ദെൻ V1 മൈനസ് V3 ആണ് സിലിണ്ടറിൻ്റെ സ്വെപ്റ്റ് വോളിയം. എഫക്റ്റീവ് സെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സിലിണ്ടറിൻ്റെ അകത്ത് എത്ര വോളിയം ഓഫ് എയർ ആണ് കയറുന്നത്. V1 മൈനസ് V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ്റെ സെപ്റ്റ് വോളിയമാണ്. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. 5% ഓഫ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? സ്വെപ്റ്റ് വോളിയം ഓഫ് ദ സിലിണ്ടർ ആണ് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സ്വെപ്റ്റ് വോളിയം ഓഫ് ദ സിലിണ്ടർ. ഓക്കെ, സ്വെപ്റ്റ് വോളിയം ഓഫ് ദ സിലിണ്ടർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? ക്യൂ പറഞ്ഞിട്ടുണ്ട്. അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 40 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇതിനെ നമുക്ക് RPM കൊണ്ട് ഡിവൈഡ് ചെയ്ത RPMൻ്റെ യൂണിറ്റ് എന്താ? 1 റൊട്ടേഷൻ പെർ മിനിറ്റ് അല്ലേ? മിനിറ്റും കൂടി ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് മീറ്റർ ക്യൂബിൽ ആൻസർ കിട്ടും അല്ലേ? അപ്പോൾ അതിനു വേണ്ടി 40 ഡിവൈഡഡ് ബൈ RPM എത്ര? 300 ആണ്.
ഓക്കെ അല്ലേ? 300 ആണ് അതിൻ്റെ RPM. ഇത് ഡബിൾ ആക്ടിങ് സിലിണ്ടർ ആയതുകൊണ്ട് × 2. അപ്പോൾ നമുക്ക് ആൻസർ ഏകദേശം 0.0233 മീറ്റർ ക്യൂബ്. ഇതാണ് ശരിക്കും എന്താ ഈ സിലിണ്ടറിൻ്റെ അകത്ത് കംപ്രസ് അല്ലെങ്കിൽ കയറുന്ന എയറിൻ്റെ വോളിയം അല്ലേ? അതെന്ന് പറയുന്നത് നമുക്ക് =V1 - V4 എന്ന് എഴുതാമല്ലോ, അതല്ലേ? അതാണ്ട് ഈ PV ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ 1 2 3 4 അല്ലേ? ഇതാണ് ശരിക്കും എഫക്റ്റീവ് സെപ്റ്റ് വോളിയം. ഓക്കെ, അതാണ് എയർ കയറുന്ന എത്ര വോളിയമാണ്. അതെന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 0.0233 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നമുക്ക് V1 - V3 സെപ്റ്റ് വോളിയമാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് V1 - V3 സെപ്റ്റ് വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിനു വേണ്ടി നമുക്ക് ഇത്രയൊക്കെ അറിയാം. നമുക്ക് V1 - V4 കിട്ടി. അതിനുശേഷം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ V1 - V3 ഓക്കെ, സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത് എന്താ? V1 - V3 എന്ന് നമുക്കറിയാമല്ലോ. എന്താ സെപ്റ്റ് വോളിയം = V1 - V3 എന്ന് നമുക്കറിയാം. V1 അറിയില്ല. V3ക്ക് പകരം എന്ത് കൊടുക്കാം? ഈ VC എന്ന് പറയുന്നത് തന്നെ എന്താണ്? V3 = 5% ഓഫ് VS ആണ്. അപ്പോൾ V3ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? VC എന്ന് കൊടുക്കാം. V1 - VCക്ക് പകരം നമുക്ക് എത്ര കൊടുക്കാം? 5% ഓഫ് 5/100 ഓഫ് VS എന്ന് കൊടുക്കാം. അപ്പോൾ VS = V1 / 0.05 അല്ലേ ഓഫ് VS എന്ന് എഴുതാം. അപ്പോൾ VS എല്ലാം കൂടി ഒരു സൈഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ VS + 0.05 VS = V1 എന്ന് എഴുതാം. 1.05 VS = V1 എന്ന് എഴുതാം. ഇതിവിടെ നിൽക്കട്ടെ. ഈ ഒരു റിലേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഏതാണ്? V1 - V4 ഇതെന്നും കിട്ടി. നമുക്ക് V1 = 1.05 VS എന്നും കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ PV ഡയഗ്രാം എടുത്തു. PV ഡയഗ്രത്തിൽ ഇത് 1 to 2 ആണ്, ഇത് 2 to 3 4 എന്ന് എഴുതി. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഓരോ പ്രോസസ്സുകൾ എന്ന് പറയുന്നത് അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ഓരോ പ്രോസസ്സുകൾ. ഈ പ്രോസസ്സിൽ ഇതൊരു എന്താണ് 3 to 4 എന്നുള്ള പ്രോസസ്സിൽ നമുക്ക് PV/n = കോൺസ്റ്റന്റ് അപ്ലൈ ചെയ്യാൻ പോവുക. n = കോൺസ്റ്റന്റ്. ഓക്കെ, PV/n = ഞാൻ കോൺസ്റ്റന്റ് അപ്ലൈ ചെയ്യാൻ പോവുക 3 to 4. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? P3/P4 = V4/V3 (n) ഇവിടെ വരും, ഇവിടെ വരുമ്പോൾ 1/n എന്ന് വരും അല്ലേ? അപ്പോൾ നമുക്ക് V4/V3 എന്ന് പറയുന്നത് എന്ത് കിട്ടി? P3 എത്രയാണ്? ഇവിടെ എന്ന് പറയുന്നത് P3 = P2 ആണ്, P1 = P4 ആണ്. അപ്പോൾ P3 എന്ന് പറയുന്നത് എന്താണ്? P3 എന്ന് പറയുന്നത് = P2 ആയതുകൊണ്ട് അതെന്തായിരിക്കും? 7 ബാർ ആയിരിക്കും. P4 എന്ന് പറയുന്നത് 1.013 ബാറും ആയിരിക്കും. എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? എന്നിൻ്റെ ഗാമ വാല്യൂ 1.3. ഓക്കെ, അപ്പോൾ 1/1.3. അപ്പോൾ എത്ര കിട്ടി? അപ്പോൾ ഏകദേശം നമുക്ക് V4 / V3 ചെയ്യുമ്പോഴത്തേക്ക് V4/V3 = 4.423 എന്ന് കിട്ടും. എത്ര? 4.423. അപ്പോൾ V4 = 4.423 × V3 എന്ന് എഴുതാം. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് മായ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അതെല്ലാം കൂടി ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്.
V4 equal to V4 equal to 4.42 into V3. അതൊരു ഇക്വേഷൻ. Then 1.05 Vs equal to V1. Then V1 minus V4 equal to എത്ര എന്നാ കിട്ടിയാൽ നമുക്ക് V1 minus V4 is equal to 0.0233 meter cube. ഓക്കെ, ഇത്രയും നമുക്കറിയാം. ഇനി നമുക്ക് സെപ്റ്റ് വോളിയം ആണ് ആദ്യത്തെ ചോദ്യം അല്ലേ. സെപ്റ്റ് വോളിയം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യമേ V1 മൈനസ് V4 എന്നുള്ള ഇക്വേഷൻ എഴുതി. V1 മൈനസ് V4 എത്ര 0.0233 കിട്ടി. V4 വരെ നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് 4.423 V3 ഈക്വൽ ടു 0.0233 എന്ന് കൊടുക്കാമല്ലോ. ഓക്കെ ആണല്ലോ. ഇതിൽ V3 എന്ന് പറയുന്നത് എന്താണ്? 5% ഓഫ് VS അല്ലേ. അപ്പോൾ 4.42 ഇൻറ്റു 5% ഓഫ് VS എന്ന് കൊടുക്കാമല്ലോ V3ക്ക് പകരം. അപ്പോൾ കൊടുക്കുമ്പോൾ 0.05 സെപ്റ്റ് വോളിയം എന്ന് വരും അല്ലേ. 0.05 സെപ്റ്റ് വോളിയം എന്നായി. അത് അങ്ങനെ നമ്മൾ കൊടുത്ത V3 ഈക്വൽ ടു 5% ഓഫ് VS, നമുക്ക് 0.0233 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് 1.05 VS ഈക്വൽ ടു V1. V1ന് പകരം 1.05 ഞാൻ VS കൊടുത്തു. മൈനസ് 4.42 ഇൻറ്റു 0.05 VS ഈക്വൽ ടു 0.023. ഇനി നമുക്ക് VS കോമൺ എടുത്താൽ എന്ത് കിട്ടും? 1.05 മൈനസ് 4.42 ഇൻറ്റു 0.05 ഈക്വൽ ടു 0.0233 എന്ന് കിട്ടി അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് സെപ്റ്റ് വോളിയം കിട്ടും. അത് 0.02811 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സെപ്റ്റ് വോളിയം നമ്മുടെ ആദ്യത്തെ ആൻസർ കിട്ടി. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചത് VCയുടെ റിലേഷൻ എഴുതി. V3 എന്ന് പറയുന്ന 5% ഓഫ് VS എന്ന് എഴുതി. അതിനുശേഷം നമ്മൾ 3 to 4 കൂടി P3/P4 എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് V4/V3 ഒരു റിലേഷൻ ഉണ്ടാക്കി. അതിനുശേഷം VC ഈക്വൽ ടു 5% ഓഫ് VS നിന്ന് 1.35 VS എന്ന് പറയുന്നത് നമുക്ക് V1 എന്ന് കിട്ടി. ദെൻ V1 മൈനസ് V4 നമുക്ക് 0.233 എന്ന് കിട്ടി. അത് 40 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് എന്നാണ് നമുക്ക് കിട്ടിയത്. ഇങ്ങനെയാണ് നമ്മൾ സെപ്റ്റ് വോളിയം കണ്ടുപിടിക്കുക. ദെൻ അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെലിവറി പ്രഷർ at the outlet of the compressor. നമുക്ക് ഡെലിവറി പ്രഷർ കണ്ടുപിടിക്കണം ഔട്ട്ലെറ്റിൽ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ PV ഡയഗ്രാം വരച്ചു. PV ഡയഗ്രത്തിൽ ഡെലിവറി പ്രഷർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇതല്ലേ 1 to 2 കംപ്രഷൻ. അപ്പോൾ 2ലെ T2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അവിടെ നമ്മൾ പോളിട്രോപ്പിക് റിലേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോളിട്രോപ്പിക് റിലേഷൻ ഇൻ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ നമുക്ക് എങ്ങനെ എഴുതാം? T2/T1 ഈക്വൽ ടു P2/P1 all raised to n-n/n എന്ന് എഴുതാം. ഓക്കെ, അതിൽ T2 എന്ന് പറയുന്നത് ഈക്വൽ ടു T1 ഇൻറ്റു P2/P1 all raised to n-n/n എന്ന് എഴുതാം അല്ലേ. അപ്പോൾ T1 is equal to 288 into P2 7 divided by 1.03 divided by 1.3 minus 1 divided by 1.3 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് 448.180 കെൽവിൻ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഡെലിവറി പ്രഷർ അറ്റ് ദി കംപ്രസ് ചെയ്തതിന് ശേഷം കംപ്രസറിൻ്റെ ഡെലിവറി ടെമ്പറേച്ചർ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇൻഡിക്കേറ്റഡ് പവർ ആണ്. ഇവിടെ ക്ലിയറൻസ് വോളിയം ഉള്ളത് കൊണ്ട് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറുമെന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റഡ് പവർ ഇസ് ഈക്വൽ ടു n divided by n-1. ആക്ച്വൽ വോളിയം ഓഫ് എയർ ഇൻസൈഡ് ദ കംപ്രസർ, എത്രത്തോളം കംപ്രസർ ഇതിൻ്റെ അകത്തേക്ക് കംപ്രഷൻ ചെയ്യാൻ വേണ്ടി എത്രത്തോളം എയർ കയറി, ഇൻറ്റു P2/P1 all raised to n-1/n -1. ഓക്കെ, എന്നിൻ്റെ വാല്യൂ 1.3 divided by 1.3 - 1. ആക്ച്വൽ വോളിയം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയായിരുന്നു എത്ര ആയിരുന്നു?
V1 മൈനസ് V4 നമുക്ക് നേരത്തെ കിട്ടിയില്ലായിരുന്നു. അതിന്റെ വാല്യൂ എത്ര ആയിരുന്നു? 0.0233 മീറ്റർ ക്യൂബ് എന്നായിരുന്നു അല്ലേ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ P1 കൂടി ഉണ്ട് കേട്ടോ. P1 VA 0.0233 അതാണ് നമ്മുടെ VA. ഓക്കെ, ഇൻറ്റു പ്രഷർ 1.013 ഇൻറ്റു 10⁵5 ഇൻറ്റു P2. വാട്ട് ഈസ് P2? 7 bar ഡിവൈഡഡ് ബൈ P1 1.013 all raised to 1/3 minus 1 divided by 1.3 minus 1. നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഏകദേശം 5749.82 വാട്ട് എന്ന് വരും, ഈക്വൽ ടു 5.749 കിലോ വാട്ട് എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. നമ്മുടെ ക്ലിയറൻസ് വോളിയം വരുമ്പോൾ മാക്സിമം നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, നല്ലൊരു ചോദ്യമാണ്. അതിൽ സെപ്റ്റ് വോളിയം കണ്ടുപിടിക്കുന്നത് ഒഴിച്ച് ബാക്കിയെല്ലാം എളുപ്പമാണ്. ആ സെപ്റ്റ് വോളിയം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഞാൻ ഉപയോഗിച്ച റിലേഷൻസ് 1ഉം 2ഉം തവണ നിങ്ങൾ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മാത്രമേ ഒക്കെ മനസ്സിലാവും. ഇതോടെ നമ്മളുടെ ഈ മൊഡ്യൂൾ തീരുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വരുമ്പോൾ 6th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.